ഇത് 2017 സെലേറിയോ ഓട്ടോമാറ്റിക് ആണ്, VXI ആണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. 2018 മോഡൽ ഹ്യുണ്ടായി ഇയോൺ ആണ്. മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് കിടക്കുന്നത്. വെറും 28,000 സംതിങ് കിലോമീറ്റേഴ്സ് ഓടിയ സെക്കൻഡ് ഓണർ വെഹിക്കിളാണ്. ഏത് വർഷമായിരുന്നു? 2018. 2017 ഹോണ്ട സിറ്റി വി എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. മാനുവലാണ്, പെട്രോള്. വെറും 32,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 2023 താർ ടോപ്പ് എൻഡ് ആണ്, 4x4 ഡീസലാണ്. വെറും 16,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് സിയാസ് ആണ്. സിയാസ് 2015 മോഡൽ സിയാസ് പെട്രോൾ മാനുവലാണ്. വെറും 38,000 കിലോമീറ്റർ ഓടിയ സീറ്റ വേരിയൻ്റ് ആണ് കിടക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ GK ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. മുട്ടത്തറ റോഡ് മുട്ടത്തറ റോഡാണ്. അപ്പോൾ RJM കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഒരുവിധം നല്ല ക്വാളിറ്റി വണ്ടികളാണ്. പഴയ വണ്ടികൾ കിട്ടത്തില്ല, അതായത് തുരുമ്പ്, പാച്ച് വർക്ക് അങ്ങനെയുള്ള ടൈപ്പ് വണ്ടികൾ ഇവിടെ ഇല്ല. എന്നിരുന്നാൽ പോലും വണ്ടികളുടെ ഒരു രൂപഘടനയൊക്കെ വെച്ചിട്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന് മുമ്പും ഞാൻ ഇവിടെ ഷോപ്പിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീരെ മോശമായിട്ടുള്ള വണ്ടികൾ ഇവിടെ ഇല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തുരുമ്പിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്ന വണ്ടികളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിൽ വിശ്വസിച്ച് വന്ന് എടുക്കാവുന്ന ഒരു സ്ഥാപനമാണ്. ക്വാളിറ്റിയാണ്, നല്ല വണ്ടികളാണ്. ഇതിലെല്ലാം ഉപരി യൂസ്ഡ് വണ്ടിയാണ്. നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോവുക. എല്ലാ വീഡിയോയിലും മെക്കാനിക്കലിൻ്റെ കാര്യം മെൻഷൻ ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പോയി എടുത്ത് കളയൽ മറന്നു പോകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മെക്കാനിക്കലിനെ കൊണ്ടുപോകുന്ന കാര്യം മറക്കരുത് ദയവ് ചെയ്ത്. അതുകൊണ്ട് പണി അറിയാവുന്നവരെ തന്നെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഇവിടുത്തെ വണ്ടികൾ ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. ഒരുപാട് പഴയ വണ്ടികൾ കിടപ്പില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല വിശ്വാസത്തോടു കൂടി നമുക്ക് നമ്മളെ വീഡിയോ ആരംഭിക്കാം. അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. നമ്മളെ വീഡിയോയ്ക്ക് ജെന്യുവിനിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് 2016 സ്വിഫ്റ്റ് ഡിസയർ സിംഗിൾ ഓണറാണ്. 58,000 കിലോമീറ്ററിനകത്ത് ഓടിയതേ ഉള്ളൂ. കിലോമീറ്ററൊക്കെ ജെന്യുവിനാണോ? വണ്ടി വേറെ നീറ്റ്, ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല, പക്കാ നീറ്റാണ്. അതല്ല, കിലോമീറ്റർ ജെന്യുവിനാണോ? ജെന്യുവിനാണ്. ഫോർഡോ പവറിൻ്റെ ആണല്ലേ? ഫോർഡോ പവറിൻ്റെ നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. വൃത്തിയുള്ള സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലേ? ഓട്ടോമാറ്റിക്കാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒന്നുമില്ല. ബാക്ക് സൈഡൊക്കെ കാണാൻ നല്ല വൃത്തിയാണ്. ടയർ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് വെരി ഫൈനൽ പ്രൈസ് 4,95,000. ലാസ്റ്റ് പ്രൈസ്. പിന്നെ ഇത് കുറയത്തില്ല? ഇല്ല, അതിൽ കുറയത്തില്ല. 2012 i10 പെട്രോളാണ്, മാനുവലാണ്, സിംഗിൾ ഓണറാണിത്. റെഡ് കളർ വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെൻറ്റ്, ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതുവരെ ഉള്ളതും ഹിസ്റ്ററി ഉള്ളതാണ്. വണ്ടി കാണാൻ വലിയ തെറ്റൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. പഴകിയ സീറ്റ് കവറൊക്കെ ആണെങ്കിലും കീറിയിട്ടൊന്നുമില്ല. അതുപോലെ ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. റീപെയിൻറ്റ് കയറിയിട്ടുണ്ടോ? റീപെയിൻറ്റ് ഈ പാച്ച് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും. ഉണ്ട്. ഈ ബമ്പർ സൈഡ് കോർണറിലൊക്കെ ഈ പാച്ച് വർക്ക്, സ്ക്രാച്ച് റിമൂവ് ഒക്കെ ചെയ്യാൻ വേണ്ടി ചെറിയ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പെയിൻറ്റ് ചെയ്യാൻ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗം കൂടി ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 1,90,000. ഏത് വർഷമായിരുന്നു? ഇത് 2012. എന്തെങ്കിലും കുറയോടെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇത് ലാസ്റ്റ് പ്രൈസ് അല്ലല്ലോ? നമുക്ക് സ്ലൈറ്റ്ലി ആയിട്ട് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഇത് സിയാസ് ആണ്. സിയാസ് 2015 മോഡൽ സിയാസ് പെട്രോൾ മാനുവലാണ്. വെറും 38,000 കിലോമീറ്റർ ഓടിയ സീറ്റ വേരിയൻ്റ് ആണ് കിടക്കുന്നത്. ജെന്യുവിൻ കിലോമീറ്റർ ആണോ? ജെന്യുവിൻ കിലോമീറ്റേഴ്സ് ആണ്. നല്ല അലോയ് വീൽസ് കിടപ്പുണ്ട്. ടയറും കൊള്ളാം, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. മാനുവലാണല്ലേ? സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഫോർഡോ പവറിൻ്റെ. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പ് അല്ല, ടോപ്പിൻ്റെ തൊട്ട് മിഡിൽ വേരിയൻ്റ്. വണ്ടിക്കകം ഒക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒന്നുമില്ല. ബാക്ക് AC ഒക്കെ വരുന്നുണ്ട്. ഓവറോൾ കാണാനൊക്കെ നല്ല വൃത്തിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 4,90.
എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടി? നമുക്ക് ഫിനാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് അറൗണ്ട് 90% ലോണ് കയറും. നമുക്കൊരു 70,000 80,000 ഒക്കെ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി വണ്ടി ഇറക്കാം. 2017 ഹോണ്ട ജാസ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ് നിലവിലുള്ള. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ. 71,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ടയർ 2 ആവറേജ് ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. എല്ലാം കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള ജെന്യുവിൻ വെഹിക്കിളാണ്. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്കാണ്. മൈലേജ് എന്തോ കിട്ടും? ഓട്ടോമാറ്റിക് നമുക്കൊരു 12 to 10 ആ റേഞ്ചിനകത്തൊക്കെ നോക്കിയാൽ കിട്ടുള്ളൂ. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്ന മോഡലാണ്. ബാക്ക് സൈഡ് നോക്കിയാലും കാണാനൊക്കെ കൊള്ളാം. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഇപ്പോൾ ഓഫർ പ്രൈസിൽ 440. 440. നിങ്ങളിത് ചോദിച്ചോണ്ടിരുന്ന എത്രയാണ്? അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമൊക്കെ ലാസ്റ്റ് വെഹിക്കിളിന് ചോദിച്ചത് റേറ്റ് ഓരോന്നൊരു മാറും. നമുക്ക് അറൗണ്ട് 475 കിട്ടുന്ന വെഹിക്കിളാണ്. ഇപ്പം ചോദിക്കുന്നത് 440. ഇത് 2017 സെലേറിയോ ഓട്ടോമാറ്റിക് ആണ്. VXI ആണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിളാണ്. സിംഗിൾ ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് ഓടിയിട്ടുള്ളത് അറൗണ്ട് 58. ആ, സെക്കൻഡ് ടയേഴ്സാണ്, പക്ഷേ ഇട്ടിട്ടും ഓടിയിട്ടുണ്ട് എന്നുള്ള രീതി കിടക്കുക. ഓട്ടോമാറ്റിക്. ഇതിൻ്റെ സർവീസൊക്കെ ക്ലിയർ ആണോ? എല്ലാം പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ളതാണ്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. സർവീസ് ഹിസ്റ്ററി നമ്മൾ എടുത്ത് തരുന്നുണ്ട്. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും അല്ലേ? അതെ. ബാക്ക് സൈഡ് നോക്കിയാൽ കാണാനൊക്കെ വൃത്തിയുണ്ട്. അതേപോലെ തന്നെ ബാക്ക് ടയറും ആവറേജ് ടയറാണ് കിടക്കുന്നത്. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടിക്ക് അതിൻ്റെതായ ഒരു വൃത്തിയുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 393 ആസ്കി. 393. ലാസ്റ്റ് പ്രൈസ് ആണോ? നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് തരാം. ഇത് സ്കോഡ റാപ്പിഡ് 2017 മോഡലാണ്. വെറും 68,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണ്. നല്ല ടയർ കിടപ്പുണ്ട്. അതേപോലെ നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ആക്സിഡൻറ്റ്സ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ചെറിയ രീതിയിൽ നമുക്ക് ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ട്. ചെറിയായിട്ട് നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. ഡിക്കി മാറിയിട്ടുണ്ടോ? ഡിക്കി മാറിയിട്ടുണ്ട്. ഡിക്കിയും ബാക്ക് ബമ്പറും മാറിയിട്ടുണ്ട്. അതാണ് അവിടെ ചെറിയ ഇടിച്ചപ്പോൾ നല്ല രീതി ഇടിച്ചില്ലേ? ഈ സൈഡ് മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്ത് ചോദിക്കുന്ന വില? ഇത് 640. ഇത് ഒറിജിനൽ കേരള തന്നെ അല്ലേ? കേരള. വേറെ കംപ്ലൈൻറ്റ്സ് വല്ലതും ഉണ്ടോ? ഇതല്ലാതെ വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. വണ്ടിക്ക് അകമൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇത് പെട്രോളാ ഡീസലാ? ഇത് ഡീസൽ. എന്തോ മൈലേജ് കാണും? ഇത് അറൗണ്ട് നമുക്ക് സിറ്റിയിൽ തന്നെ അത്യാവശ്യം നല്ല 18 റേഞ്ച് മൈലേജ് കിട്ടും. മാനുവൽ അല്ലേ? മാനുവൽ. ഇത് 2023 താർ ടോപ്പ് എൻഡ് ആണ്. 4x4 ഡീസലാണ്. വെറും 16,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണിത്. കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റേഴ്സ്. പൊന്തൻ ടയർ, നല്ലൊരു അലോയ് വീല്, സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. ഇതിനകത്തുള്ള ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നത്? ഇതെല്ലാം സ്റ്റോക്കായിട്ട് വരുന്ന സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. കൊള്ളാം, വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. മാനുവലാണ്. 4x4 ആണല്ലേ? 4x4. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പുതിയ വണ്ടി, വലിയ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും, റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. 4 ഡോർ പവർ വണ്ടിയാണോ? 4 ഡോർ പവർ വിൻഡോയിൽ ഇത് ആക്ച്വലി 2 ഡോറേ വരുള്ളൂ. ബാക്ക് ചെയ്യാൻ പറ്റൂല. ശരി 2 ഡോർ. വായിൽ അങ്ങനെ വന്നു പോയത്. ബാക്ക് ടയറൊക്കെ നല്ല ടയറുണ്ട്. സ്റ്റെപ്പിന് തൊട്ടിട്ടില്ല. കൊള്ളാം. എത്ര ചോദ്യം? ഇത് 16.5. ഏത് വർഷമായിരുന്നു? 2023 ജൂലൈ. ഏറ്റവും പുതിയതാണ്. 2017 ഹോണ്ട സിറ്റി വി എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. മാനുവലാണ്. പെട്രോള്. വെറും 32,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് മൈലേജ് ഒക്കെ എങ്ങനെയാണ്? അത്യാവശ്യം ഒരു 14-13 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡൽ. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ? മീഡിയം ആണോ? ഇത് മിഡ് വേരിയൻ്റ് വി എന്ന് പറഞ്ഞ വേരിയൻ്റ്. ഇത് കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്.
ബാക്ക് ഏസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ബാക്ക് ടയർ മോശം. എത്ര ചോദ്യം? നമുക്കിത് 8.75 ചോദ്യം. 8.75. ഈ ടയർ മാറി കൊടുക്കും, മോശം ടയർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, മാറി കൊടുക്കും. ഇത് 2019 മോഡൽ i20 ആസ്ത ഓട്ടോമാറ്റിക് ആണ്. എലൈറ്റ് i20 ആണ്. ഒരു 41,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടിയാണേ. സെക്കൻഡ് ഓണർ. അതെ. ഇതേ നിങ്ങൾ ഇപ്പം പറയുന്ന മിക്കവാറും വണ്ടികളും ഒരു 30-40 ആ റേഞ്ചായി. കിലോമീറ്റർ ജെന്യൂൻ. നമ്മൾ നമ്മൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടും കാണിച്ചിട്ട് കസ്റ്റമർ നോക്കത്തുള്ളൂ. ഓക്കെ. ഇത് വേരിയൻ്റ് എങ്ങനെ, മിഡിലാണോ? ഇത് ആസ്തയാണ്. ഇതിൻ്റെ മുകളിൽ ആസ്ത ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അത് വരുമ്പോൾ ഈ സൺറൂഫ് കാര്യങ്ങൾ ആഡ് ഓൺ ആവുന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ അകത്തുണ്ട്. ആസ്ത എന്ന് പറഞ്ഞ വേരിയൻ്റ് അകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നതാണ്. പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് നമുക്ക് സിറ്റിയിൽ ഒരു 12-നകത്തൊക്കെ കിട്ടും. 12-10 ആ റേഞ്ചൊക്കെ നോക്കിയാൽ. ഓക്കെ. നല്ലൊരു അലോയ് വീലുണ്ട്. അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ട്. തീരെ മോശം ടയേഴ്സ് അല്ല. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. റീപെയിൻറ്റ് കയറിയിട്ടുണ്ടോ? ചെറിയ രീതിയിൽ ഈ ബമ്പറിൻ്റെ കോർണറിലൊക്കെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വരും. അത് യൂസ്ഡിൻ്റെ ഏത് വെഹിക്കിൾസ് നോക്കിയാലും ക്ലീനായി കിടക്കാൻ വേണ്ടി ചെയ്തിരുന്നു. 2018 മോഡൽ ഹ്യുണ്ടായി ഇയോൺ ആണ്. മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് കിടക്കുന്നത്. വെറും 28,000 സംതിങ് കിലോമീറ്റേഴ്സ് ഓടിയ സെക്കൻഡ് ഓണർ വെഹിക്കിളാണേ. ഏത് വർഷമായിരുന്നു? 2018. ടയറല്ല, നല്ല ടയർ. ഫസ്റ്റ് ടയർ തന്നെ അല്ലേ? ഫസ്റ്റ് ടയർ തന്നെയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ചെറിയ പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ അല്ലാണ്ട് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളായിട്ടൊന്നുമില്ല. മിററിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്? മിററിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പക്ഷേ ഇതിൻ്റെ സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ നമുക്ക് ബോഡി കളർ മിറേഴ്സാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഓണർ കസ്റ്റമർ ചെയ്തതാണ്. ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ശ്രദ്ധിച്ചു. അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ടയറൊക്കെ കൊള്ളാം. പിന്നെ അതേപോലെ എത്ര ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് 260. 2018 വണ്ടി 260. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. വേറെ റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അതായത് നമുക്ക് റെനോൾട്ടിൻ്റെ ക്യുഡാണ്. 2018 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഗ്രേ കളറാണ്. കിലോമീറ്റർ അറൗണ്ട് 45,000 മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണേ. കിലോമീറ്റർ ജെന്യൂൻ. ഇത് 2 ഡോർ പവർ വിൻഡോ അല്ലേ? 2 ഡോർ. ടച്ച് സ്ക്രീനൊക്കെ വരുന്നതല്ലേ? ടച്ച് സ്ക്രീൻ എല്ലാം വരുന്നത്, സ്റ്റോക്ക് വരുന്നത്. സീറ്റ് കവറുണ്ട്. കൊള്ളാം, വണ്ടി കാണാൻ വൃത്തിയൊക്കെ ഉണ്ട്. ബാക്ക് സൈഡ് നോക്കിയാൽ വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക, കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവർ കയറിയോ അങ്ങനെയൊന്നും ഇരിപ്പില്ല. ടയർ ആവറേജ് ടയർ, ഇച്ചിരി മോശമാണ്. എത്ര ചോദിക്കുന്നത്? 320 ചോദിക്കുന്നത്. 320. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? നമുക്ക് ഫിനാൻസ് ആണെങ്കിൽ നമുക്കൊരു സിബിൽ കാര്യങ്ങളെല്ലാം പ്രോപ്പറാണ്. വണ്ടിക്ക് അറൗണ്ട് നമുക്കൊരു 90% ലോൺ നമുക്ക് ഫണ്ടിങ് കിട്ടും. അറൗണ്ട് ഒരു 60,000-70,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഫുൾ ലോൺ കയറാവുന്ന വണ്ടി വല്ലതും കിടപ്പുണ്ടോ? ഫുൾ ലോണ് യൂസ്ഡ് കാറിൻ്റെ ഫുൾ ലോണൊക്കെ കയറണമെങ്കിൽ അറൗണ്ട് ഒരു 2020 ആ റേഞ്ചിന് മുകളിൽ പോകണം അല്ലേ? ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ആയിട്ട് നമുക്കൊരു ഒരു ലെഫ്റ്റ് സൈഡ് ഡോർ റീപ്ലേസ് ചെയ്യണം. അത് കമ്പനി തന്നെ റീപ്ലേസ് ചെയ്തതാണ്. ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ്. ഫ്രണ്ട് ഇടിച്ചിട്ട് അങ്ങനൊന്നും ഇല്ല. ഫ്രണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല. ഈ ലെഫ്റ്റ് സൈഡ് അല്ലേ? ലെഫ്റ്റ് സൈഡ്. 2014 മോഡൽ എക്കോ സ്പോർട്ട് ഡീസൽ ട്രെൻഡ് ലൈൻ ഓപ്ഷനാണ്. മാനുവലാണ്. നമുക്ക് അറൗണ്ട് സെക്കൻഡ് ഓണർ വെഹിക്കിളാണേ. സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. കിലോമീറ്റർ എത്ര എന്ന് പറഞ്ഞായിരുന്നു? 88. അതെ. ഡീസൽ അല്ലേ? ഡീസൽ. മാനുവലാണ്. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സീറ്റിനൊന്നും യാതൊരു കംപ്ലയിൻസും ഇല്ല. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ഓവറോൾ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. എത്ര ചോദിക്കുന്നത്? 460. എത്ര രൂപ ഇറക്കാം? ഫോർഡല്ലേ? എങ്ങനെ? ഫോർഡൊക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 1 lakh അല്ലെങ്കിൽ ഒരു 1.5 ആവും. അത്രയും വേണം? 1 lakh എങ്കിലും മിനിമം. എത്ര വർഷം വരെ നമുക്ക് ഇത് ലോൺ കിട്ടും? നമുക്ക് 3 years, 5 years, മാക്സിമം അപ് ടു 6 years വരെ എടുക്കാം. ഓക്കെ. അത് ഡിപ്പെൻഡ്സ് ഓൺ വെഹിക്കിളിൻ്റെ മോഡല്, കാര്യങ്ങൾ, ഇയർ എല്ലാം നോക്കും. ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്താൽ. അപ്പോൾ നമ്മളെ വണ്ടിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഒരു വണ്ടി
ഒരൊറ്റ വണ്ടി മാത്രമാണ് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത്, സ്കോഡയുടെ വണ്ടിക്ക്. ബാക്കി വണ്ടികൾക്കൊന്നും യാതൊരു തര കംപ്ലയിൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വിശ്വസിക്കാവുന്ന രീതിയിലുള്ളൊരു സ്ഥാപനമാണ്. കാരണം ഒരുപാട് ക്വാളിറ്റി വണ്ടികൾ വിൽക്കുന്ന ഒരു കടയായതുകൊണ്ടും ഞാൻ 1-2 വട്ടം വന്ന് നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടും ഉള്ളൊരു പരിചയത്തിൽ പറഞ്ഞതാണ്. എന്നിരുന്നാൽ പോലും നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.